വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ രാജിവെച്ചു. KPCC നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് രാജി. തുടർച്ചയായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നേതൃത്വം രാജി ആവശ്യപ്പെട്ടത്. പ്രിയങ്ക ഗാന്ധിയുടെ വയനാട് സന്ദർശനത്തിനിടെ കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ചെങ്കിലും സമയം അനുവദിച്ചിരുന്നില്ല. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, വയനാട് DCCയിൽ നിലനിന്നിരുന്ന പ്രതിസന്ധികൾ ചെറുതല്ല, ഒന്നല്ല രണ്ടല്ല മൂന്നല്ല, നിരവധി വിവാദ വിഷയങ്ങൾ KPCC നേതൃത്വത്തെ കുഴയ്ക്കുന്ന പ്രശ്നങ്ങളായി മാറിയിരുന്നു. എന്തുകൊണ്ട് DCC പ്രസിഡന്റ് രാജി ആവശ്യപ്പെടുന്നില്ല എന്ന ചോദ്യം നേരത്തെ തന്നെ ഉയർന്നതാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ നീക്കം KPCCയിൽ നിന്നും ഉണ്ടായത്? എന്താണ് ND അപ്പച്ചന്റെ പ്രതികരണം? സജിത്ത്, വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെ ND അപ്പച്ചന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. അവർ KPCC നേതൃത്വത്തെ അടക്കം ഈ കാര്യം അറിയിക്കുകയും ചെയ്തതാണ്. ഇതിലെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് രാഹുൽ ഗാന്ധിയും പിന്നീട് പ്രിയങ്ക ഗാന്ധിയും പ്രതിദാനം ചെയ്യുന്ന മണ്ഡലമാണ് വയനാട്. അങ്ങനെ ഒരു സ്ഥലം ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ്. അവിടെ പാർട്ടിയെ മുഴുവൻ വെട്ടിലാക്കുന്ന തരത്തിലേക്ക് NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ജോസ് നെല്ലിടത്തെന്ന മറ്റൊരു കോൺഗ്രസ് നേതാവ് കൂടി ആത്മഹത്യ ചെയ്ത സാഹചര്യമുണ്ടായത്. ഇതോടെയാണ് ND അപ്പച്ചന്റെ നില കൂടുതൽ പരിങ്ങലിലായത്. അതായത് ഇനി ഈ നിലയിൽ കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനാകില്ല എന്ന നിലപാടിലേക്ക് KPCC നേതൃത്വം തന്നെ എത്തുകയായിരുന്നു. അങ്ങനെയാണ് KPCC നേതൃത്വം ഈ വിഷയത്തിൽ അടിയന്തരമായ ഒരു ഇടപെടൽ നടത്തുകയും മുതിർന്ന നേതാക്കളുമായി അടക്കം കൂടിയാലോചിച്ച ശേഷം ND അപ്പച്ചന്റെ രാജി ആവശ്യപ്പെടണമെന്നൊരു തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തുകയും ചെയ്തത്. അതായത് നിലവിൽ പാർട്ടിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആക്ഷേപങ്ങൾക്ക് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ നടപടിയിലൂടെ പ്രതിരോധം തീർക്കാൻ കഴിയുമെന്നൊരു വിലയിരുത്തലാണ് KPCC നേതൃത്വം. അതുകൊണ്ട് തന്നെയാണ് ND അപ്പച്ചന്റെ രാജി ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ആഴ്ചയിൽ തുടർച്ചയായി പ്രിയങ്ക ഗാന്ധി വയനാട് മണ്ഡലത്തിൽ വിവിധ ഭാഗങ്ങളിൽ സന്ദർശനം നടത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ പ്രിയങ്ക ഗാന്ധിയെ നേരിൽ കാണാനും കാര്യങ്ങൾ വിശദീകരിക്കാനും ND അപ്പച്ചൻ ശ്രമിച്ചിരുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ പ്രിയങ്ക ഗാന്ധി അങ്ങനെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിക്കാതിരുന്നത് ഈ വിവാദങ്ങളിൽ പ്രിയങ്കയ്ക്കുള്ള കടുത്ത അതൃപ്തിയെ തുടർന്നാണ് എന്നാണ് പ്രിയങ്കയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടടക്കം പുറത്തുവരുന്ന സൂചനകൾ. എന്തായാലും ND അപ്പച്ചന്റെ രാജിയിലൂടെ വയനാട് കോൺഗ്രസിനെ പിടിച്ചുലച്ച വിവാദങ്ങൾക്ക് ഒരു പരിധിവരെയെങ്കിലും പ്രതിരോധം തീർക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം. ഞാൻ ഒരു കാര്യം കൂടി, തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അതിനു മുമ്പായി ഒരു പുതിയ അധ്യക്ഷനെ അവിടെ നിയമിക്കപ്പെടുമോ? അതുണ്ടാകുമോ? പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട അവസാനവട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്ന സൂചനകൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പുറത്തു വരുന്നുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഒന്നെങ്കിൽ പുനഃസംഘടന പട്ടികയ്ക്കൊപ്പം വയനാടിൻ്റെ കാര്യത്തിലും പുതിയ DCC അധ്യക്ഷൻ വരും. അതല്ല, പുനഃസംഘടന വൈകുന്ന ഒരു സാഹചര്യമുണ്ടായാൽ പകരം താൽക്കാലിക ചുമതല, തിരുവനന്തപുരത്തേതിന് സമാനമായ തരത്തിൽ പകരം താൽക്കാലിക ചുമതല മറ്റേതെങ്കിലും നേതാവിന് കൈമാറാനുള്ള സാധ്യതയാണ് ഉരുത്തിരിയുന്നത്. അതാണ് സാഹചര്യം. എന്തായാലും വയനാട് DCCയിലെ തർക്കങ്ങൾ KPCCയെ പ്രതിസന്ധിയിലാക്കിയത് ചെറുതല്ല. പല വിഷയങ്ങളുണ്ടായിരുന്നു. അവിടെ ഗ്രൂപ്പ് തർക്കങ്ങളാണ് ഇതിനിട വെച്ചത്. ഒടുവിൽ DCC പ്രസിഡന്റ് രാജി KPCC ആവശ്യപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ രാജിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതോടുകൂടി വയനാട്ടിലെ വിവാദങ്ങൾ അവസാനിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്.